നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി വളരെ സൗന്ദര്യമുള്ള ജില്ലയാണ്. ഇതര കർണാടകയുടെ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലയിൽ ഭൂമിക്കൊക്കെ വലിയ വിലയാണ്. അതിനുള്ള കാരണം വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഫാം ഹൗസ് നിർമ്മിക്കാനും ഇവിടത്തെ സമയം ഒഴിവ് കിട്ടുമ്പോൾ ഇവിടത്തെ പ്രകൃതിയുമായി ഇണങ്ങാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു സൗന്ദര്യം നൽകിയ ജില്ലയാണ് നമ്മുടെ കൊടക് ജില്ല. ഏകദേശം 3 ജില്ലകൾ ആ നിലക്ക് നമുക്ക് തൊട്ടടുത്ത് കാണാൻ കഴിയും. നീലഗിരി, വയനാട്, കൊടക്, 3ഉം ചേർന്ന് കിടക്കുന്ന പ്രകൃതിപരമായി സാമീപ്യമുള്ള ജില്ലകളാണ്. ഈ 3 ജില്ലകളിലും വേറെ ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ആത്മീയമായി വലിയ നേതൃത്വങ്ങൾ മൺമറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ഈ നാടുകളുടെ പ്രത്യേകതയാണ്. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചാൽ അറിയാം. ഈ 3 ജില്ലകളിലൂടെ മാത്രം നാം ഒന്ന് പടയോട്ടം നടത്തിയാൽ, അല്ലെങ്കിൽ ഒന്ന് സന്ദർശനം നടത്തിയാൽ ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതായി കാണാൻ കഴിയും. കാരണം ഒരു കാലത്ത് ആൾതാമസമില്ലാത്ത ഈ പ്രദേശങ്ങളിൽ ഏകനായ അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഭൗതികമായ ഒരു ലാഭവും ലക്ഷ്യമാക്കാതെ ഇബാദത്തിന് വേണ്ടി മാത്രം വന്ന് താമസിക്കാൻ സൗകര്യമുള്ള ഇടങ്ങളായതുകൊണ്ട് മഹാന്മാർ ഇവിടെ വന്ന് താമസിച്ചു. 400 വർഷങ്ങൾക്കപ്പുറം മഹാനായ സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവിടെ വന്ന് താമസിച്ചു. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ഓരോ മഹാന്മാർ താമസിക്കുകയും അവരുടെ ജീവിതങ്ങൾ കണ്ട് മറ്റുള്ളവർ പകർത്തി വിശുദ്ധ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയുമാണ് ചെയ്തത്. നമുക്കറിയാമല്ലോ, ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. മറ്റുള്ള ചരിത്രങ്ങളൊന്നും നമ്മൾ വസ്തുത മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ശക്തി പകർന്ന പലരും ഉണ്ടാവാം. പ്രചരണം നടത്തിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ്. അവർക്ക് മാത്രമേ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ സാധിക്കുകയുമുള്ളൂ. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് കേവലം പ്രസംഗങ്ങൾ കൊണ്ട്, കാട്ടിക്കൂട്ടലുകൾ കൊണ്ട്, അഭിനയങ്ങൾ കൊണ്ട് പ്രചരിക്കുന്നതല്ല, യുദ്ധങ്ങളെ കൊണ്ട് പ്രചരിച്ചതും അല്ല. മറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം അത് കണ്ടു പഠിച്ച് ജനങ്ങൾ കടന്നു വരികയാണ് ഇസ്ലാമിലേക്ക്. നമ്മളൊക്കെ ഒരുപാട് കേട്ടതാണല്ലോ. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു സംഘവും കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് ദാഹത്തിന് വേണ്ടി ആദ്യമായി ഇളനീര് കൊണ്ടുകൊടുക്കുമ്പോൾ തന്നെ തിരിച്ചു ചോദിച്ചത്, ഇത് നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? സമ്മതത്തോടു കൂടെ പറിച്ചതാണോ? ജീവിതത്തിൽ ഇതുവരെ കേൾക്കാത്തൊരു സംസാരമാണ് നൽകപ്പെട്ട വ്യക്തിയിൽ നിന്ന് കേട്ടതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കി വന്ന ആള് ചില്ലറക്കാരനല്ല, വളരെ ശുദ്ധതയുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങി. നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടതാണ് നിരന്തരം മഹാനായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു പുത്തനാട് വന്ന് താമസമാക്കിയപ്പോൾ അവിടെ മൺപാത്രത്തിൽ മണലിട്ട് തീ കൊടുത്തപ്പോൾ കഞ്ഞിയായ സംഭവം അത് കണ്ട് എത്രയോ ആളുകൾ അവിടുത്തെ ബഹുമാനം മനസ്സിലാക്കി. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ കണ്ട് മനസ്സിലാക്കി വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.